ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമാനുഷൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും സ്ലൈറ്റ്ലി വീക്ക് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ മിക്സഡ് സെൻറ്റിമെൻ്റ് ആണ്. ഏഷ്യയിൽ ഇന്ന് ജാപ്പനീസ് മാർക്കറ്റുകൾ ബെറ്റർ ആയിട്ട് ട്രേഡ് ചെയ്യുന്നു. ചൈനീസ് ഇൻഡെക്സുകളിൽ പലതും ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. മറ്റ് ഇൻഡെക്സുകളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ട്രേഡിങ് ഇന്ന് മോർണിംഗിൽ. ഡവ് ജോൺസ് ഇൻഡെക്സ് ഇന്നലെ ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ്. അതുപോലെ തന്നെ അമേരിക്കയിൽ പൊതുവേ ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു മിനിഞ്ഞാന്നത്തെ സെൽ ഓഫിന് ശേഷം. ആപ്പിൾ, അതുപോലെ തന്നെ എൻവിഡിയ, അതോടൊപ്പം തന്നെ അക്സെഞ്ചർ, ആമസോണൊക്കെയാണ് ഇന്നലെ മുന്നേറിയിട്ടുള്ള. അക്സെഞ്ചറിൻ്റെ റിസൾട്ട് വന്നിരുന്നു, ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഇൻഫോസിസിൻ്റെ, TCSൻ്റെ ADRകളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് അവിടെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അറൗണ്ട് 3.5 to 4% ബെറ്ററാണ്. അതോടൊപ്പം തന്നെ നമ്മൾ അമേരിക്കൻ മാർക്കറ്റുകൾക്ക് പുറമെ യൂറോപ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. നമ്മളും ഇന്നലെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ നിഫ്റ്റിയും സെൻസസും വീണ്ടും സ്വല്പം കൂടി താഴെ പോകാനുള്ള സാധ്യതകളുണ്ട്. നിഫ്റ്റിയുടെ സ്ട്രോങ് സപ്പോർട്ട് വരുന്നത് 23,800 ആ ലെവലിൽ നിന്ന് റീബൗണ്ട് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് നിഫ്റ്റിയുടെ നോക്കുകയാണെങ്കിൽ 28 ഓവർ സോൾഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു റീബൗണ്ട് കാണാനുള്ള സാധ്യതകളുണ്ട്. കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഇന്നും സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് കമോഡിറ്റികൾ ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ സിങ്ക്, അതുപോലെ തന്നെ കോപ്പർ ഒക്കെ ഒരു മുന്നേറ്റത്തിൻ്റെ പാതയിലാണ്, തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കമോഡിറ്റി മാർക്കറ്റിലും അതിൻ്റേതായ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഇന്ത്യയിലും കണ്ടേക്കാം. US ഡോളർ റുപ്പിക്ക് അഗൻസ്റ്റ് ആയിട്ട് US ഡോളർ വീണ്ടും അപ്രീഷിയേറ്റ് ചെയ്യാണ്. ഇന്നലെ നമ്മുടെ രൂപയുടെ വിനിമയ നിരക്ക് വരുന്നത് 85.7 ലെവലിലാണ്, ലോവസ്റ്റ് ലെവലിലാണ്. എക്സ്പോർട്ടിംഗ് കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽ എക്സ്പോർട്ടേഴ്സ്, ഫാർമസ്യൂട്ടിക്കൽ എക്സ്പോർട്ടേഴ്സ്, ടെക്നോളജി എക്സ്പോർട്ടേഴ്സ്, ഈ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതേസമയം കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി വീക്കായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. ഇനി നമ്മൾ മറ്റു ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ എക്സൈഡ് ഇൻഡസ്ട്രീസും ഹുണ്ടായും തമ്മിലൊരു JV വന്നിട്ടുണ്ട്, ഒരു MOU വന്നിട്ടുണ്ട്. EV ബാറ്ററികൾ ഹുണ്ടായി EV വെഹിക്കിൾസിന് സപ്ലൈ ചെയ്യാനുള്ള ഒരു MOU ആണ്. പോസിറ്റീവ് ന്യൂസാണ് എക്സൈഡിനെ സംബന്ധിച്ച്. അതുപോലെ തന്നെ അമരരാജ ബാറ്ററീസ് പുതിയ ടെക്നോളജി അവരുടെ എല്ലാ ബാറ്ററി റേഞ്ചിലും ഇംപ്ലിമെൻ്റ് ചെയ്യാണ്. പോസിറ്റീവ് ന്യൂസാണ്. ഡീപ്പ് ഇൻഡസ്ട്രീസിന് സെലാൻ എക്സ്പ്ലോറേഷനിൽ നിന്ന് ഒരു എക്സ്പ്ലോറേഷണൽ ഓർഡർ കിട്ടിയിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസാണ്. ഐസ് പുതിയ പ്രൊഡക്റ്റിലെ റേഞ്ച് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. വളരെ പോസിറ്റീവ് ന്യൂസാണ്. ഐസ് മേക്ക് റെഫ്രിജറേഷനെ സംബന്ധിച്ച് നമ്മുടെ തന്നെ സജസ്റ്റഡ് സ്റ്റോക്കായിരുന്നു. അതുപോലെ തന്നെ ധനലക്ഷ്മി ബാങ്ക് റൈറ്റ്സ് ഇഷ്യൂ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ചെറിയ റൈറ്റ്സ് ഇഷ്യൂ ആണ്, 21 രൂപ പെർ ഷെയറാണ് റേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഒപ്പം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പോളിസികൾ പറയുന്നത് EV മാർക്കറ്റ് 2030 ആകുമ്പോഴേക്കും 20 ലക്ഷം കോടി ആയിരിക്കുന്നതാണ് പറയുന്നത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ 5 കോടി ജോബ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് പൊതുവെ ആ സെക്ടറിലൊക്കെ ഒരു വലിയ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസുകളാണ് ലോങ് റണ്ണിൽ. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റു ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ സൗദി അറേബ്യ ലിഥിയം റിസർവ് കണ്ടെത്തിയിരിക്കുകയാണ്. സൗദി അറേബ്യ ഇപ്പോൾ ഓയിൽ തന്നെ റിച്ചാണ്, ഇനി ലിഥിയം റിസർവും കണ്ടെത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ലിഥിയത്തിൻ്റെ പ്രൈസ് ഒരു പക്ഷേ താഴെ വന്നേക്കാം. അത് EV സെഗ്മെൻറ്റ് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇനി പുതുതായിട്ടുള്ള ലിസ്റ്റിംഗ്, ഇന്നത്തെ ലിസ്റ്റിംഗ് വരെ ഇൻ്റർനാഷണൽ ജെമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ലിസ്റ്റിംഗ് ഉണ്ട്. പ്രീമിയത്തോടു കൂടി ലിസ്റ്റ് ചെയ്യാനാണ് ചാൻസസ്. അതുപോലെ തന്നെ ഹാംസ് ബയോ ലിസ്റ്റിംഗ് വരുന്നുണ്ട്, അതും പ്രീമിയത്തോടു കൂടി ലിസ്റ്റ് ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ. ITC ഹോട്ടൽസിൻ്റെ ഡിമർജർ റെക്കോർഡ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ജനുവരി 6 100 ITC ഹോൾഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് 10 ITC ഹോട്ടൽസിൻ്റെ ഷെയറുകളാണ് ലഭിക്കാൻ പോകുന്നത്. ഓൾമോസ്റ്റ് ഒരു ലിസ്റ്റിംഗ് പ്രൈസ് നോക്കുകയാണെങ്കിൽ അറൗണ്ട് 400 to 500 റേഞ്ചിലാണ് ITC ഹോട്ടൽസ് ലിസ്റ്റ് ചെയ്യാൻ സാധ്യതകൾ. ഇപ്പോഴത്തെ കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ 125.08 crore ഇക്വിറ്റി ക്യാപിറ്റൽ വരുന്നത്. 1 രൂപയാണ് ഫേസ് വാല്യൂ. പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഈ ITC ഹോട്ടൽസ് ഡെറ്റ് ഫ്രീ ആണ്. 10,000 കോടി അസറ്റുള്ളൊരു കമ്പനിയും കൂടിയാണ്. ഇപ്പോഴത്തെ ഇന്ത്യൻ ഹോട്ടൽസിൻ്റെ വാല്യുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ 400-നും 500-നും അല്ലെങ്കിൽ ഒരു 600-നും ഇടയിൽ ലിസ്റ്റിംഗ് വരാനാണ് സാധ്യതകൾ കൂടുതൽ.
അതോടൊപ്പം തന്നെ നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ SME IPOs നമ്മൾ സജസ്റ്റ് ചെയ്ത IPOs ഒക്കെ ഉണ്ട്. ആ IPOs ഒക്കെ നോക്കുകയാണെങ്കിൽ ഇന്നലെ നാസ്ഡാക്ക് ഇൻഫ്ര IPO ക്ലോസ് ചെയ്തിരുന്നു 2209.76 ടൈംസ് ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ. 51 രൂപയായിരുന്നു ഇഷ്യൂ പ്രൈസ്. അറൗണ്ട് 120-150% ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഐഡൻറ്റിക്കൽ ബ്രെയിൻസ് സ്റ്റുഡിയോ ഇന്ന് ക്ലോസ് ചെയ്യുകയാണ്. ഓൾറെഡി 146.8 ടൈംസ് ഓവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. NSE SMEയിലാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മെയിൻ ബോർഡ് IPOs സജസ്റ്റ് ചെയ്തിട്ടുള്ള IPOs ഓപ്പൺ ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ ട്രാൻസ് റെയിൽ ഇന്നലെ ആദ്യത്തെ ദിവസമാണ് 2.13 ടൈംസ് ഓവർ സബ്സ്ക്രൈബ് ആണ്. DIM ക്യാപിറ്റൽ 2.79 ടൈംസ് ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ്. നമ്മൾ റെക്കമെൻഡ് മമത മിഷനറി 16.7 ടൈംസ് ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ്. അതുപോലെ തന്നെ കോൺകോഡ് എൻവിറോ സിസ്റ്റംസ് 0.6 ടൈംസ് ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ്. സനാതൻ ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്നൊരു IPO ഇന്നലെ ഓപ്പൺ ഉണ്ടായിരുന്നു. അതും 0.48% ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ്. ഇന്ന് ഓപ്പൺ ചെയ്യുന്ന IPOs ഉണ്ട്. ഇന്ന് ഓപ്പൺ ചെയ്യുന്ന IPOസിലെ കരാരോ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു OEM സപ്ലയർ ഉണ്ട്. ഓട്ടോമോട്ടീവ് സപ്ലയറാണ്. സ്പെയർസ് സപ്ലയറാണ്. 704 രൂപയാണ് ഇഷ്യൂ പ്രൈസ് വരുന്നത്. അതോടൊപ്പം തന്നെ വെൻഡീവ് ഹോസ്പിറ്റാലിറ്റി ഉണ്ട്. വെൻഡീവ് ഹോസ്പിറ്റാലിറ്റി ധാരാളം ഹോട്ടൽ അസറ്റുകളുള്ളൊരു കമ്പനിയാണ്. ബ്ലാക്ക് സ്റ്റോണിൻ്റെ ബാക്കിംഗ് ഉള്ളൊരു കമ്പനിയും കൂടിയാണ്. 11 അസറ്റുകളുണ്ട് ഇന്ത്യയിലും മാലിദ്വീപിലൊക്കെ ആയിട്ട്. JW മാരിയറ്റ്, ഹിൽട്ടൺ ഇത്തരത്തിലുള്ള കമ്പനികളാണ് ഇവരുടെ ഹോട്ടലുകളൊക്കെ റൺ ചെയ്യുന്നത്. 643 രൂപയാണ് ഇഷ്യൂ പ്രൈസ്. 1 രൂപയാണ് ഫേസ് വാല്യൂ. ഇന്ന് ഓപ്പൺ ചെയ്യാണ്. 24-ാം തീയതിയാണ് എൻഡ് ചെയ്യുന്നത്. IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് ഈ IPOയിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ല ലിസ്റ്റിംഗ് കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന IKയിൽ വലിയ രീതിയിലുള്ള ലിസ്റ്റിംഗ് ഗെയിനാണ് ഇൻവെസ്റ്റേഴ്സിന് നേടിക്കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള IPOസിൽ നല്ല ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ മാർക്കറ്റ് വൊളാറ്റിലിറ്റി വരികയാണ്. മാർക്കറ്റ് ഓൾറെഡി നല്ല വൊളാറ്റിലിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഡീമർജർ അതുപോലെ തന്നെ ബോണസ് സ്റ്റോക്കുകളൊക്കെ ഉണ്ട്. കീടെക്സ് 2:1 ബോണസ് ഇഷ്യൂ അനൗൺസ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. ജനുവരി ഫസ്റ്റ് വീക്കോടുകൂടി റെക്കോർഡ് ആയിട്ട് അനൗൺസ്മെൻറ്റ് വന്നേക്കാം. അതോടൊപ്പം തന്നെ ITC ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ KPI ഗ്രീൻ ജനുവരി 3 റെക്കോർഡ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. 1:2 ആണ് ബോണസ് ഷെയർ. ഡീമർജർ 2025 വരാൻ സാധ്യത ഉള്ള കമ്പനികൾ ഓൾറെഡി അനൗൺസ് ചെയ്ത് GSPLാണ്. ഗുജറാത്ത് ഗ്യാസ് ആയിട്ട് മെർജ് ചെയ്തിട്ട് 2 കമ്പനികളുടെ ഷെയർ കിട്ടും അതിൽ. അതായത് GSPL ഹോൾഡ് ചെയ്യുന്നവർക്ക് ഗ്യാസ് പൈപ്പ് ലൈൻ്റെയും അതുപോലെ തന്നെ മെർജ് ചെയ്തിട്ട് ഗുജറാത്ത് ഗ്യാസിലേക്കും പോവുകയാണ്. അപ്പോൾ ടോട്ടൽ ലിസ്റ്റിംഗ് 1 പകരം 2 മാറും. അതുപോലെ തന്നെ വേദാന്ത 5 കമ്പനികളുടെയും കൂടി ഷെയർ അഡീഷണൽ കിട്ടുകയാണ്. ടോട്ടൽ 6 ലിസ്റ്റഡ് കമ്പനികളായിട്ട് മാറും. സീമെൻസ് 1:1 റേഷ്യോയിൽ, വേദാന്തിയും 1:1 റേഷ്യോ തന്നെയാണ് അനൗൺസ് ചെയ്തത്. സീമെൻസ് 1:1 റേഷ്യോയിൽ അവരുടെ എനർജി ഡിവിഷൻ ഡിമർജിയാണ്. അതോടൊപ്പം തന്നെ കെസ് കോർപ്പറേഷൻ 3:1 ഡിമർജറാണ് വരുന്നത്. അതായത് ഒരു കമ്പനി 3 കമ്പനിയായിട്ട് ഡിമർജ് ചെയ്ത് ലിസ്റ്റ് ചെയ്യുകയാണ്. അതും നല്ല ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഡിമർജർ കാൻഡിഡേറ്റ് ആണ്. അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സ് 1:1 അവരുടെ EV ബിസിനസ്സും ഡിമർജ് ചെയ്യാനുള്ള ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് 2025 വരാം. അതുപോലെ തന്നെ BASF അവരുടെ അഗ്രി ഡിവിഷൻ ഡിമർജിയാണ്. പുതിയ ഡിസിഷനാണ്. അതും പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ മാർക്കറ്റ് താഴെ വരുന്ന അവസരങ്ങളിൽ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. അതോടൊപ്പം തന്നെ സൊമാറ്റോ, സ്വിഗ്ഗി, പ്രത്യേകിച്ച് സ്വിഗ്ഗി, സൊമാറ്റോയുടെ ബിസിനസ് മോഡലും സ്വിഗ്ഗിയുടെ ബിസിനസ് മോഡലൊക്കെ നോക്കുകയാണെങ്കിൽ സ്വിഗ്ഗി ഈസ് ബെറ്റർ ദാൻ സൊമാറ്റോ ആസ് ഓഫ് നൗ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അക്രോസ് ഇന്ത്യയിൽ എന്ന് പറയുന്നത് എല്ലാവരും ഫുഡ് ഡെലിവറിക്ക് ഇത്തരത്തിലുള്ള ആപ്പുകളെ യൂസ് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് സ്വിഗ്ഗിയും സൊമാറ്റോയും വലിയ ഗ്രോത്താണ് നേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കുകൾ നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ താഴെ വരുന്ന അവസരങ്ങളിൽ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന IPOസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.